PM ശ്രീയിൽ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാനും ഒത്തുതീർപ്പ് വ്യവസ്ഥ അതുവഴി സ്ഥാപിക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വം AK സെന്ററിലേക്ക് വരുന്നു. അവിടെ വന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിൽ എന്തായിരിക്കും എടുക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നൽകുന്ന വിശദീകരണം എന്നാണ് നാം എന്തായാലും ഉറ്റുനോക്കുന്നത്. ബിനോയ് വിശ്വം ഇപ്പോൾ AK സെന്ററിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വിജിൻ വായന്തോടിനെ കൂടെ വേണം നല്ല CPIയുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് എടുക്കാൻ. എന്തായാലും ഈ അല്പസമയത്തിനകം ഈ പ്രശ്നത്തിലുള്ള പരിഹാര ഫോർമുല പ്രഖ്യാപിക്കപ്പെടുമോ എന്നാണ് നാം നോക്കുന്നത്. AK സെന്ററിൽ നടക്കുന്ന കൂടിക്കാഴ്ച ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് അറിയേണ്ടുന്ന കാര്യവും. ഇതിൽ എന്തായാലും ഓൾറെഡി CPMന് ചെയ്യാനും പറയാനും കഴിയുന്ന കാര്യങ്ങളുടെ മാക്സിമം അവർ കൺവേ ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ സിജോ? ഓൾറെഡി CPMനകത്ത് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യം അവർ തീരുമാനിച്ച് ഒരു ഫോർമുലയായിട്ട് CPIയെ അറിയിച്ചു കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായും ഇതിലൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടുണ്ട്. ഈ നേതാക്കൾ തമ്മിൽ ഒരു ധാരണ ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു ഫൈനലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം എത്തിയിരിക്കുന്നത്. രാവിലെ CPMന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. പിണറായി വിജയനും അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനറും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും ഇതൊരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കാം ഇക്കാര്യത്തിൽ, ഈ പദ്ധതിയുടെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഇതിൽ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, CPM നേതാക്കളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള സമീപനത്തിലേക്ക് പോവുകയും ചെയ്തു. അതിന്റെ തുടർ ചർച്ച എന്ന നിലയിലാണ് 2-ാം തീയതി LDF യോഗം ചേരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചകളോട് ഇക്കാര്യത്തിൽ ഒരു മഞ്ഞുരുകൾ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPMന്റെ മന്ത്രിമാർ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രി K രാജൻ കടന്നുപോയപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളത്. ഇതിൽ ചർച്ചകൾക്ക് ശേഷം പ്രതികരിക്കാന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞിട്ട് അങ്ങനെ പ്രതികരണം തന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന സമീപനം അങ്ങനെയായിരുന്നു. എന്തായാലും ഈ ചർച്ച വളരെ നിർണായകമാണ്. ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ വേഗത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന കാര്യങ്ങളിൽ എന്തായാലും CPM നേതൃത്വം അല്ല സർക്കാർക്ക് മുന്നോട്ട് പോകില്ല. ഈ വിട്ടുവീഴ്ചകൾക്ക് CPM തയ്യാറായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് CPM നേതാക്കളും ഇത്തരത്തിൽ AK സെന്ററിലോട്ട് എത്തുകയും ആ ചർച്ചകളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ ഏകദേശം പ്രാഥമിക ധാരണയിലെത്തും. മുന്നണിക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്, ദോഷപ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു കാര്യമായ ചർച്ചകൾ കൂടാതെ മന്ത്രിസഭ പോലും ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ട കാര്യത്തിൽ അതിൻ്റെ അമർഷം ആദ്യഘട്ടം മുതൽ തന്നെ CPI ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന് പറഞ്ഞത് തങ്ങളെ ഇരുട്ടിൽ നിർത്തിയാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടതെന്നുള്ളതാണ്. അതിൻ്റെ ഒരു വൈകാരിക ഒരു പ്രകടനം എന്ന നിലയിലാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കാനും അതിൽ പങ്കെടുക്കാനും നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി ആ കാര്യത്തിൽ എത്രത്തോളം വിട്ടുവീഴ്ച ഉണ്ടാവുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ചർച്ചകളിലൂടെ വഴിയൊരുങ്ങുന്നത്.